ഞങ്ങളുടെ കൂടെ സാമുവൽ മാഷുണ്ട്, ഈ സ്കൂളിൻ്റെ തുടക്കക്കാരനായ വിൽസൺ മാഷുണ്ട്. ഈ സ്കൂളിൽ 28 വർഷം പൂർണ്ണമായിട്ടും കാഴ്ചശക്തി ഇല്ലെങ്കിലും എല്ലാം കണ്ട് ഈ സ്കൂളിനെ പിടിച്ചുയർത്തിയ സോഷ്യൽ സയൻസ് അധ്യാപകനായ മോഹൻരാജ് മാഷുണ്ട്. മോഹൻരാജ് മാഷ് നമുക്കൊപ്പം രാജമാഷ് ചേരുന്നുണ്ട്, കെ രാജൻ മിനിസ്റ്റർ. മിനിസ്റ്ററോട് മാഷിന് എന്താ പറയാനുള്ളത്? ഞാൻ ആദ്യം മിനിസ്റ്റർ അടുത്തേക്ക് പോകുന്നതിന് മുമ്പ് മാഷിന് എന്താ പറയാനുള്ളത്? എനിക്ക് പറയാനുള്ളത്, ഈ സ്ഥാപനം ഇവിടെ ഇല്ലെങ്കിൽ ഈ പ്രദേശത്തെ ജനങ്ങൾക്ക് ആത്മധൈര്യം ഉണ്ടാകില്ല. അതുകൊണ്ട് ഈ സ്ഥാപനം ഇവിടെ ജനങ്ങൾ ജീവിക്കണമെങ്കിൽ, ജനങ്ങൾ ആത്മധൈര്യത്തോടെ മുൻപോട്ട് പോകണമെങ്കിൽ ഈ സ്ഥാപനം ഇവിടെ ഉയരുക തന്നെ വേണം. അതിന് ഗവൺമെൻറ് തലത്തിൽ എന്താണോ ചെയ്യാൻ കഴിയുന്നത് അത് ചെയ്യണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. മോഹൻരാജ് മാഷ്, സാമുവൽ മാഷും കൂടി ഒന്ന് പറഞ്ഞോളൂ. സാമുവൽ മാഷാണ് മിനിസ്റ്റർ ആദ്യം ഈ സ്കൂളിനെ 100 മേനി വിളയിക്കാൻ വേണ്ടി നേതൃത്വം കൊടുത്ത അധ്യാപകനാണ്. റിട്ടയർമെൻറ്റ് വർഷം ഈ സ്കൂൾ ചോദിച്ചു വാങ്ങി വന്നു സാമുവൽ മാഷ്. എന്നിട്ട് ഇവിടെ പഠിപ്പിച്ചു. അന്ന് 100% SSLCക്ക് വിജയം ആദ്യമായിട്ട് ഈ സ്കൂളിൽ കിട്ടുന്നത് ഇവിടെയാണ്. 65 പേര് പഠിച്ച 5 പേര് വിജയിക്കുന്ന അവസ്ഥയിലായിരുന്നു ഈ സ്കൂൾ. അവിടെ നിന്നും 100%ത്തിലേക്ക് മാഷാണ് ആദ്യം എത്തിക്കുന്നത്. മാഷ്, എന്താ മിനിസ്റ്റർക്ക് പറയാനുള്ളത് പറഞ്ഞു? സർ, 2 രീതിയിൽ ഇവിടുത്തെ ജനങ്ങളുടെ എല്ലാ പ്രതീക്ഷയും നഷ്ടപ്പെട്ടിരിക്കുകയാണ്. വീടൊലിച്ചു പോയവരും ഇവിടെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ, അവരെ ഒരുമിച്ച് എവിടെയെങ്കിലും പ്രതിഷ്ഠിപ്പിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നെല്ലിമുണ്ട, ചുളുക്ക ഭാഗങ്ങളിലേക്കൊക്കെ കിട്ടാവുന്ന സ്ഥലങ്ങളിലൊക്കെ ടൗൺഷിപ്പുകളാക്കി 50-60 വീടുകളുടെ ടൗൺഷിപ്പുകളാക്കി ഇവരെ ഒരുമിച്ച് മാറ്റി താമസിപ്പിക്കണം. ഇവിടെ ഇപ്പോൾ ഉള്ളവർ പോലും ഭീതിയിലാണ്. ഇതിൻ്റെ വല്ലാത്ത ഓർമ്മകളാണ് അവർ. 2 സ്കൂള് സാർ, ഉടനെ കുട്ടികളുടെ പഠനം മുടങ്ങാത്ത രീതിയിൽ എങ്ങോട്ടെങ്കിലും അവർ മാറ്റണം. ആൺകുട്ടികളെ മുഴുവൻ വേണേൽ മേപ്പാടി ഗവൺമെൻറ് ഹൈസ്കൂളിലേക്ക് മാറ്റാം. പെൺകുട്ടികളെ മുഴുവൻ മേപ്പാടിയിലുള്ള ഗേൾസ് ഹൈസ്കൂളുണ്ട്, അവിടത്തേക്കൊക്കെ മാറ്റാൻ തൽക്കാലം. പക്ഷേ സ്ഥിരമായിട്ട് ഇവിടെ ഒരു സ്കൂൾ വേണം. സ്ഥിരമായിട്ട് ഈ സ്കൂളിൻ്റെ സ്ഥാനത്ത് ഇവിടെ അത് വേണം. കാരണം അവരുടെ സ്വപ്നങ്ങളാണ്, അവരുടെ എല്ലാ പ്രതീക്ഷകളും ഇത് തന്നെയാണ്. മോഹൻരാജ് പറഞ്ഞ പോലെ ഈ ജനങ്ങളുടെ മുഴുവനും ആത്മവിശ്വാസത്തിൻ്റെ ഒരു ഘടകമാണ് ഇത്. അതുകൊണ്ട് സ്കൂളോട് പുനഃസ്ഥാപിക്കണം. മുണ്ടക്കയിലെ ആ സ്കൂള് ഞങ്ങളവിടെ ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തിരുന്നു 3 വർഷം തുടർച്ചയായിട്ട് രാവിലെ. ആ സ്കൂൾ ഒലിച്ചു പോയി. അവരെയും മാറ്റി ഇവിടെ തൽക്കാലം പുത്തുമലയിലോ ചുളുക്കയിലോ ഉള്ള സ്കൂളിൽ മാറ്റുകയും തുടർന്ന് വളരെ വൈകാതെ അടുത്ത അക്കാഡമിക് വർഷത്തിലെങ്കിലും ഇവിടെ സേഫായൊരു സ്ഥലത്ത് സ്കൂൾ പുനഃസ്ഥാപിക്കും. വിൽസൺ മാഷും കൂടി ഒന്ന് പറഞ്ഞോളൂ, അതിനുശേഷം ഞാൻ മിനിസ്റ്ററിലേക്ക് പോവാം. ആവശ്യം നമ്മുടെ ഈ സ്കൂൾ ഇവിടെ തന്നെ വേണ്ടേ? സ്കൂള് തീർച്ചയായും ഇവിടെ തന്നെ വേണം. അതിന് പഴയ അന്തരീക്ഷം ഇപ്പോൾ കിട്ടിയ ഫണ്ട് കൊണ്ടൊക്കെ സാധിക്കും എന്ന ഒരു കാൽക്കുലേഷൻ എനിക്കുണ്ട്. അപ്പോൾ മരിച്ചു പോയവരെ ഇനി തിരിച്ച് കിട്ടൂല. ജീവനുള്ളവരൊക്കെ ഈ പ്രദേശത്തിനടുത്തുമൊക്കെ തിരിച്ചു വരും. അപ്പോൾ പൂർവാധികം ഒരു 5-10 കൊല്ലം കൊണ്ട് പഴയ ലെവൽക്കും അതിലും മീതെ നമുക്ക്, ഞാനൊന്നും അന്ന് ജീവിച്ചിരിക്കുന്നില്ലെങ്കിലും ഉണ്ടാവും, ഉറപ്പായിട്ടും ഉണ്ടാവും. അപ്പോൾ ആ സന്തോഷം ഒന്നറിയണം എന്നുള്ള അതിയായ താല്പര്യമുണ്ട്.